ഹലോ, ലെറ്റൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നിവിടെ ചക്ക കൊണ്ടൊരു തോരൻ ഉണ്ടാക്കി നോക്കിയാലോ. ഞാനൊരു കഷ്ണം ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ, പകുതി എടുത്തിട്ടുള്ളൂ. ഇത് ഇടിച്ചക്ക എന്ന് പറയാൻ പറ്റില്ല, ഇടിച്ചക്കയെക്കാട്ടിലും കുറച്ചും കൂടി മൂത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നൊരു തോരനാവും, എന്നാലും ഞാനൊന്ന് കാണിച്ചു തരുന്നുള്ളൂ. ഇതിലൊക്കെ പശയുണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തിലേക്ക് അരിഞ്ഞിടാം. അതിൻ്റെ മൂക്കൊക്കെ ചെത്തി കളഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വലിപ്പമൊക്കെ അത് ഒത്തിരി വലിപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് വേവിച്ച ശേഷം നമ്മളതൊന്ന് ചതച്ചിട്ടാണ് ഉപ്പേരി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കഷ്ണം വലുതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഞാൻ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചക്ക മൂടണ വരെയുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ വരണ വരെ വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്കായിട്ട് ഒരു പകുതി സവള എടുത്തിട്ടുള്ളൂ, ചക്ക കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചക്ക വിസിലൊക്കെ വന്ന ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, പാകത്തിനുള്ള വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടിച്ചക്ക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കുറച്ചും കൂടി മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഞാൻ ഇതിലിട്ടിട്ടാണ് കേട്ടോ ചതച്ചെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അമ്മിക്കല്ലിലൊക്കെയാണ് ചതച്ചെടുക്കാറ്. ഇവിടെ അമ്മിക്കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. നല്ലോണം വെന്തതുകൊണ്ട് പെട്ടെന്ന് ചതച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. ഇത് മുഴുവനായിട്ട് നമുക്കിതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ തന്നെ ചതയ്ക്കാതെ തന്നെ ഉപ്പേരി വെച്ചാലും ടേസ്റ്റൊക്കെയാണ്. കണ്ടോ, ഇതുപോലെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളകിന് പകരം നമ്മൾ ഈ ഉണക്കമുളകില്ലേ, അതാണ് ചേർക്കാറ് കേട്ടോ. ഇതിപ്പോൾ ഒന്ന് അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ടുന്നുള്ളൂ. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ചക്ക നമ്മൾ അങ്ങനെ വേവിച്ച് വെക്കുമ്പോൾ ഒരു ഉള്ള ടേസ്റ്റിനെക്കാട്ടിലും ഒന്നുകൂടി ടേസ്റ്റായിട്ട് ഇങ്ങനെ ചതച്ചിട്ടൊക്കെ വെക്കുമ്പോൾ ഇതിനെ പൊടിത്തൂവൽ എന്നൊക്കെയാണ് പറയുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കാൻ വെക്കാം കേട്ടോ. വെന്തതാണ്, എന്നാലും ഇതൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കേണ്ട രീതിയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, പെട്ടെന്നാവുന്നൊരു റെസിപ്പിയാണ്. വെക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. താങ്ക്